ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ഈ മാസം 19-ന് പാകിസ്ഥാനിൽ തുടക്കമാകാനിരിക്കുകയാണ്. 20-ന് അയൽക്കാരായ ബംഗ്ലാദേശിനെതിരെയാണ് ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം. പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ ഇന്ത്യയുടെ കളികളെല്ലാം ദുബൈയിലാണ് നടക്കുക. ടൂർണമെന്റിനായി ഇതിനകം ദുബായിൽ എത്തിക്കഴിഞ്ഞ ഇന്ത്യ പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഞായറാഴ്ചയിലെ പരിശീലന സെഷൻ കഴിയുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യൻ ആരാധകരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് പരിശീലന സെഷനിടെ പരിക്കേറ്റെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരിശീലന സെഷനിടെ ഹർദിക് പാണ്ഡ്യ അടിച്ച പന്ത് കൊണ്ട് ഋഷഭ് പന്തിന്റെ കാൽമുട്ടിന് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ടുകൾ. വേദന കൊണ്ട് പൊളിഞ്ഞ് നിലത്തിരുന്ന പന്ത് പിന്നാലെ ഫിസിയോമാരുടെ സഹായം തേടിയെന്നും ഏറെ നേരം ഐസ് പാക്ക് വെച്ച് മൈതാനത്ത് ഇരുന്നുവെന്നുമാണ് റിപ്പോർട്ട്. നേരത്തെ 2022-ൽ നടന്ന കാർ അപകടത്തിലും ഇതേ കാൽമുട്ടിൽ പന്തിന് പരിക്കേറ്റിരുന്നു. അതേസമയം തന്റെ ഷോട്ട് കൊണ്ട് പരിക്കേറ്റ പന്തിനരികിലേക്ക് ഉടൻ തന്നെ ഹർദിക് പാണ്ഡ്യ ഓടിയെത്തുകയും സഹതാരത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബാറ്റിംഗ് പരിശീലനത്തിനായി എത്തിയെങ്കിലും പന്ത് അസ്വസ്ഥതയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. താരത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലെ 2ാം നമ്പർ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 3 കളികളിലും വിക്കറ്റ് കാത്ത KL രാഹുലാണ് ടീമിന്റെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ. ഇംഗ്ലണ്ടിന് എതിരായ അവസാന ഏകദിനത്തിന് ശേഷം സംസാരിക്കവേ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ ആയിരുന്നു KL രാഹുലാണ് ഇന്ത്യയുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് പ്രഖ്യാപിച്ചത്. 2 വിക്കറ്റ് കീപ്പർമാരെ കളിപ്പിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ പന്തിന് പ്ലേയിങ് 11-ൽ നിന്ന് പുറത്തിരിക്കേണ്ടി വരുമെന്ന സൂചനകളായിരുന്നു ഗംഭീർ നൽകിയത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് എയിലാണ് ടീം ഇന്ത്യ കളിക്കുന്നത്. ഫെബ്രുവരി 20-ന് ബംഗ്ലാദേശിനെതിരെയാണ് ടീമിന്റെ ആദ്യ മത്സരം. ഫെബ്രുവരി 23-ന് പാകിസ്ഥാനെതിരെയും മാർച്ച് 2-ന് ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യ കളിക്കും. അതേസമയം ICC ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി തലവൻ അജിത് അഗാർക്കറും തമ്മിൽ തർക്കം നടന്നെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. പ്രധാനമായും മധ്യനിരയിലെ സ്ഥാനങ്ങളെ ചൊല്ലിയായിരുന്നു ഈ തർക്കമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്ന റിപ്പോർട്ട്. പ്ലേയിങ് 11-ലെ ശ്രേയസ് അയ്യരിന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടും ടീമിന്റെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരാകണമെന്ന കാര്യത്തിലും ഗംഭീറും അഗാർക്കറും തമ്മിൽ ചൂടേറിയ വാഗ്വാദം നടന്നുവെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഋഷഭ് പന്തിനെ ടീമിന്റെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആക്കാനായിരുന്നു സെലക്ഷൻ കമ്മിറ്റി തലവൻ അജിത് അഗാർക്കറിന് താല്പര്യം. എന്നാൽ KL രാഹുലിനെ ഈ സ്ഥാനത്ത് കളിപ്പിക്കുന്നതിനാണ് ഗംഭീർ വാശി പിടിച്ചത്. മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യർ ടീമിൽ വേണമോ എന്ന കാര്യത്തിലും ഇരുവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്.